പഴയ ചിത്രങ്ങൾ പുതിയ വർണ്ണങ്ങളിൽ. ആ ടീച്ചർ എത്തിയില്ലോ. കാര്യങ്ങളൊക്കെ സോൾവ് ആയില്ലേ? കുഴപ്പമില്ല. 2 മാസത്തെ ലീവ് വേണ്ടി വന്നു. ഇങ്ങടില്ലെങ്കിൽ പിന്നെ എന്തിനാ ടീച്ചറെ അങ്ങടും ഇല്ല. സ്നേഹം എന്നത് അഭിനയിച്ച് പറ്റില്ല. കാണിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. ഇനിയിപ്പോ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ല, അച്ഛൻ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൂടും. ശരി. എവിടെ കുറേയല്ലോ കണ്ടിട്ട്. മലയാളം ക്ലബിൻ്റെ ഉദ്ഘാടനം ഉണ്ട് 5-ാം പീരീഡ്. വരണം. പിന്നെ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതും കൂടിയും പറയുന്നുണ്ട്. ശരി. ആ ടീച്ചർ എത്രയും ദിവസം എവിടെയായിരുന്നു? ടീച്ചറല്ലായിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. സോപ്പാണല്ലേ? ടീച്ചറേ, ലില്ലി ടീച്ചർ ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന മട്ടുണ്ട് അല്ലേ? സ്കൂളിലെ എല്ലാ അച്ചടക്കവും കളയണത് ഈ ടീച്ചറാ. ഓ കുറ്റം പറച്ചിട്ട് തുടങ്ങിയല്ലേ? പേപ്പർ നോക്കിയിട്ടില്ലല്ലേ? പോടാ പോടാ അവിടുന്ന്. 6 മാസമായിട്ടുള്ളൂ അവൻ ജോയിൻ ചെയ്തിട്ട്. പേപ്പർ ആക്കാൻ പറയാൻ ഓനാരാ മുതല്? മാഷ് ഇരിക്കൂ. അല്ല മാഷേ, ഇന്നലെ കുട്ടികളുടെ സാഹിത്യ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എങ്ങടാ പോയത്? ഇന്നലെ എൻ്റെ പുസ്തക പ്രകാശനമായിരുന്നു ടീച്ചറെ. രക്ഷിതാക്കൾ പരാതി പറയുന്നുണ്ട്. പിന്നെ ഈ സാഹിത്യം സമൂഹം എന്നൊന്നും പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവണ കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ലീവിൻ്റെ കാര്യത്തിൽ മാഷ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഓ, പാത്രത്തിൽ വെള്ളം കോരി ഒഴിക്കലല്ലോ വിദ്യാഭ്യാസം. അറിവിനെ 4 ചുമരിനുള്ളിലോട്ട് ഒതുക്കുക, ടൈം ടേബിൾ പ്രകാരം കെട്ടിയിടുക, അല്ലാതെ എന്താ ചെയ്യുക? പോരാത്തതിന് ആ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെയ്പായസം അടക്കം ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്മ മരിച്ചത്. എന്താ അവിടെ? കീർത്തിയുടെ അമ്മ മരിച്ചു. ഇന്നിനി ഇത്ര മതി. എല്ലാവരും എടുത്ത ഭാഗം ഒന്നും കൂടെ വായിച്ചോളൂ. ടീച്ചർ അറിഞ്ഞില്ല കേട്ടോ. സങ്കടപ്പെടണ്ട ടീച്ചറേ. അമ്മയായിട്ട് തന്നെ കരുതിക്കോളൂ കേട്ടോ. ശരിക്കും. പിന്നെ എന്താ സംശയം? അങ്ങനെ തന്നെയാണ് കേട്ടോ. സങ്കടപ്പെടണ്ട. പൂക്കളൊക്കെ വാടിക്കൊഴിയില്ലേ, അതുപോലെ എല്ലാവരും എന്നും ഉണ്ടാവില്ല കേട്ടോ. വീട്ടിൽ പോണോ? വേണ്ട, അച്ഛൻ ഓഫീസിലാവും. ഓ, എന്നാ പോയി കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കളിക്ക് കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കണ്ട. നീ എന്തിനാ അവരുടെ അമ്മ മരിച്ച കാര്യം പറഞ്ഞത്? എനിക്ക് പാവം തോന്നിയിട്ട് പിന്നെ ഞാൻ ആലോചിച്ചത്. 7ത്തെ കുട്ടികളെ 9-ന് മാറ്റാനായില്ലേ? സ്കൂളിട്ട് വന്നുവോ? അച്ഛൻ വന്നിട്ടില്ല അല്ലേ? ഇത് ലേശം കൂട്ടാനാണ്. നീ അച്ഛനോട് വേറെ കറിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, ഒന്നിങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയാനുണ്ട്.
അല്ല 2 മാസമായില്ലേ? ഇനിയിപ്പോ അവളുണ്ടായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. എന്തിനും ഏതിനും ഞങ്ങളെ കുറ്റം പറയും. വീട്ടമ്മയല്ലേ. ആ പരാതികളുടെ അർത്ഥം ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അവളായിരുന്നു ശരി. വീട്ടിലെത്തിയപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടലാണ്. വീടിൻ്റെ അകവും പുറവും അവളുടെ കണ്ണെത്താത്തൊരു ഇടവുമില്ല. ഭാര്യ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അതില്ലാണ്ടായാൽ വീടില്ല. ഭക്ഷണവും ഡ്രസ്സൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. പക്ഷെ അതിലൊന്നും ആ സ്നേഹവും പരിഗണനയില്ലല്ലോ. മാഷ് പിന്നെ ഒറ്റത്തടിയാവുകൊണ്ട് എന്നാലും എനിക്ക് മനസ്സിലാവും. കുട്ടിയുടെ കാര്യമാണ് കഷ്ടം. എന്തിനും ഏതിനും ഒപ്പം നിന്നിരുന്ന അമ്മ ഇനിയില്ല. അമ്മയുടെ കെയർ ഏറ്റവും വേണ്ട സമയമാണിത്. മാഷ് എന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങളൊരു കല്യാണം കഴിക്കണം. പോയവരോ പോയി. അച്ഛനും മകളും ഒറ്റപ്പെടണമെന്ന് അവരൊരിക്കലും ആഗ്രഹിക്കില്ല. പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റണം. ഇത് കുട്ടിക്കും കൂടി വേണ്ടിയുള്ളൊരു കാര്യമാണ്. നിസ്സാര സംഗതിയല്ല. തിടുക്കം കൂട്ടണമെന്നില്ല. നമുക്ക് ആലോചിക്കാം. മാഷ് കയറും, ഞാൻ ആക്കിത്തരാം. അല്ല, പോയിക്കോളൂ. എനിക്കൊരാളെ കാണാണ്ട് ഇവിടെ. പിന്നെ കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവും. ഒറ്റയ്ക്കല്ലേ? പോയിക്കോളൂ. അല്ല, ഇന്ന് ക്ലാസ്സിൽ നിന്ന് കരഞ്ഞിരുന്നു അത്രേ. എന്നിട്ട് ഇല്ല, കുഴപ്പമില്ല. ടീച്ചർ സമാധാനിപ്പിച്ചു. ഒന്നും ചോദിക്കും പറയുന്നും വേണ്ട. അറിഞ്ഞു എന്നടിക്കണ്ട. ശരി, പോയിക്കോളൂ. മിനിച്ചേച്ചിയെ കൂട്ടാൻ കൊടുന്നായിരുന്നു, അകത്തേക്ക് വെച്ചിട്ടുണ്ട്. മിനിച്ചേച്ചി ഉള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അച്ഛന് ചായ, മോൾക്ക് കാപ്പി. ഓരോരുത്തർക്കും ഓരോ പോലെ. ഇവിടെ ഞാൻ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടാക്കി തരാൻ. എന്തൊക്കെ ഉണ്ടാക്കി തന്നാലും കുറ്റം തീരില്ലല്ലോ. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി നോക്കണം. അച്ഛാ, ഇന്ന് ലില്ലി ടീച്ചർ ലീവ് കഴിഞ്ഞു വന്നു. അതാരാ? ഞങ്ങളെ ക്ലാസ് ടീച്ചർ. എല്ലാവർക്കും ഇഷ്ടാ. ഓ, അച്ഛന് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. മലയാളം ടീച്ചറല്ലേ? ആ, നമ്മുടെ ലില്ലി എന്താ പൂക്കാത്തെ? പൂക്കും. മഴയൊന്ന് പെയ്തോട്ടെ. റെയിൻ ലില്ലി അല്ലേ? രമേശ് ചേട്ടാ, ഇതൊന്ന് പിടിച്ചേ. എഴുതാനുള്ളത് എഴുതിയിട്ട് പോരെ ഈ ഫോൺ നോക്കല്. നീ എഴുതി കഴിഞ്ഞോ? നോക്കിയോക്ക്. ഇത് കംപ്ലീറ്റ് ചെയ്ത് എഴുതിയിട്ട് ഫോൺ എടുത്തോട്ടോ. ആ, കുളിച്ചു വന്നോളൂ, വൈകണ്ട.
എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തുണി ഇങ്ങനെ ഇടരുതെന്നുള്ളത്. എന്താ കീർത്തി ഇത്? ആരുടെ പിറന്നാളാ? അമ്മടെ ആരാ പായസം ഉണ്ടാക്കിയത്? അമ്മന്നെ ഉണ്ടാക്കിയത്. എന്റെ അമ്മയും പായസം ഉണ്ടാക്കിയത്. അത് നോക്കാ. എന്തു പറ്റി? ഒന്നുമില്ല. ഇന്ന് ആരാ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയേ? അച്ഛൻ. എന്തേ? ദോശ. ആ, നീയും കൂടിയില്ലേ? ആ. ഉം. അങ്ങോട്ടും നോക്കി മാഷേ. നിങ്ങളെ മാതിരി ബെല്ലിന്റെ മുന്നേ ബാഗ് എടുത്ത് ഓടുന്ന സ്വഭാവമല്ല. ടീച്ചർ കുട്ടികളെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന ആളാണ്. ലിലി ടീച്ചർ കുട്ടികളായിട്ട് വല്ലാതെ കമ്പനി കൂടുണ്ട്. ഇപ്പതാ 7 കീർത്തിയുടെ കൂടെയാണ് എപ്പോഴും. ഇന്റർവെല്ലിന് എല്ലാവരും പുറത്താണ്, പക്ഷെ ടീച്ചറും കുട്ടി ഇപ്പോഴും ക്ലാസ്സിലിരുന്ന് സംസാരിക്കുകയാണ്. അത് നമ്മുടെ ലില്ലി ടീച്ചറല്ലേ? എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവും. 7B ക്ലാസ് ടീച്ചറെ ക്ലാസ് അല്ലേ? പിന്നെന്താ കുഴപ്പം? അല്ല റീന ടീച്ചറെ, നിങ്ങൾ ടെസ്റ്റ് പേപ്പർ നടത്തിയിട്ട് ആൻസർ ഷീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന് കൊടുക്കാൻ ടീച്ചറെ. എന്നാ പോവാം. ആ, വൈകുന്നേരം പേപ്പർ വായനുണ്ടോ കീർത്തി? അച്ഛാ ഉണ്ണിമാഷ്. ഇതേതാ ബുക്ക് മാഷേ? പുതിയ ബുക്കാണ്, എഴുതി ആവണേ ഉള്ളൂ. ഇതിന്റെ ചർച്ച ഇന്നലെ ലൈബ്രറിയിൽ അല്ല, ഉണ്ടായിരുന്നു. അത് വേറെയാണ്. കീർത്തി, മാഷ്ക്കൊരു ചായ ഉണ്ടാക്കി തരൂ. കട്ടൻ മതി. കൊണ്ടുവരൂ. മാഷ്ക്ക് മാത്രം മതി. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ? നല്ല വീട്ടുകാരാണ്, എന്തുകൊണ്ടും രമേശേട്ടന് പറ്റിയ ബന്ധമാണ്. ഒന്ന് പോയി കണ്ടുവരാം. ഞാൻ നാളെ ചെല്ലാന്ന് അവർക്ക് വാക്ക് കൊടുത്തു. ഇതൊരു ആവശ്യമാണ്, അത് പിന്നെ മനസ്സിലാവും. വഴിക്കിയതാ, ഞാൻ വേറെ കൊണ്ടുവരാം മാഷേ. ഏയ് സാരല്ല, ഇനി വരുമ്പോൾ തന്നാ മതി. എന്നാ ഞാനങ്ങടേ, ഞാൻ വിളിക്കാം. വിളിക്കൂട്ടോ. അച്ഛൻ ഇന്ന് കുറച്ച് വൈകിയേ വരുള്ളൂ. മോള് സ്കൂൾ വിട്ട് മിനിച്ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നുള്ളൂ കേട്ടോ. എങ്ങടാ പോണേ? ലൈബ്രറിയുടെ കാര്യത്തിനാണ്. മാഷുണ്ട്.
എന്താ മാസ്റ്റേ പുതിയ പുസ്തക? അതെ, എൻ്റെ പുതിയ ബുക്ക് നീരാവിയിലെ നീർക്കുമിളകൾ. നീരാവിയിലെ എവിടെ മാഷേ നീർത്തുള്ളി? ഇത് കെമിസ്ട്രി അല്ല മാഷേ, സാഹിത്യമാണ്. വല്ല ഗന്ധമുണ്ടോ രസതന്ത്രം മാഷ്ക്ക്? നല്ല രസം കിട്ടിയാൽ കുടിക്കുംല്ലേ? എന്താ മാഷ്? മാഷേ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടല്ലേ നീർക്കുമിള ഉണ്ടാകണേ? അത് കെമിസ്ട്രി അല്ലേ? ആ, അതാണ് ലൈഫിൻ്റെ കെമിസ്ട്രി. ആരെന്ത് പറഞ്ഞാലും വിത്തൗട്ട് മാത്തമാറ്റിക്സ് ദ വേൾഡ് ഈസ് എ ബിഗ് സീറോ. അങ്ങനെ തന്നെ. കണക്കും കെമിസ്ട്രിയും രസതന്ത്രവും മലയാളം എല്ലാം കൂടിയതാണ് ലൈഫ്. ഹലോ, ആ സ്കൂൾ വിട്ട ഉടനെ വരാ രമേഷേട്ടാ. അതെ, ആ ലൈബ്രറിയുടെ മുന്നിൽ നിന്നാ മതി. നമുക്ക് ഇതൊരു അത്യാവശ്യ കാര്യമാണ്, എതിര് പറയരുത്. മനസ്സങ്ങോട്ട് സമ്മതിക്കണില്ല. കാണാൻ ചെല്ലാന്ന് പറഞ്ഞതല്ലേ? ആ ശരി. മാഷേ, അതെ, ഇന്നലത്തെ ആ പ്രപ്പോസൽ നടക്കില്ല. എന്താ വെച്ചാൽ അവർക്ക് താല്പര്യമില്ല അത്രേ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാഷ് പറഞ്ഞോണ്ട് എന്താ ലൈബ്രറിക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ? ഇടയ്ക്ക് അങ്ങോട്ട് കാണാറില്ലല്ലോ തീരെ. ഇടയ്ക്കൊക്കെ ഒന്ന് വരണം. ഇതാ മാഷേ. ആ, നാരങ്ങയുള്ള നന്നായണല്ലോ, നല്ല മധുരമുണ്ട്. വളരെ നന്നായിരുന്നു കേട്ടോ. എന്നാലേ ഞാനങ്ങോട്ട് ഇറങ്ങുക, കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി തീർത്തിട്ട് വരുമ്പോൾ കാണാം. ശരി. അച്ഛാ, അല്ലെങ്കിൽ ഒന്നുമില്ല. ഇല്ല, പറ. നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? ആലോചിക്കാം. ബീച്ചിൽ പോവാന്ന് പറയല്ലാണ്ട് ഇതുവരെ ഇങ്ങോട്ട് പോയിട്ടില്ല. പറച്ചിലേ ഉണ്ടാവുള്ളൂ. ഇത്രയും തിരകളെ എവിടുന്നാ വരുന്നേന്നാവോ? തിരകളില്ലാത്ത കടലുണ്ടാവൂ? കാറ്റടിക്കുമ്പോൾ തിരകളുണ്ടാവുന്നത് സയൻസ് പഠിച്ചിട്ടില്ലേ? എന്നാലും അത്ഭുതം തോന്നുന്നു. ഇപ്പൊ അമ്മ ഉണ്ടായിരുന്നെങ്കിലോ അല്ലേ? നമ്മൾ കരുതുന്ന പോലെയല്ലല്ലോ. സങ്കടവും സന്തോഷമൊക്കെ തിരമാലകളെ പോലെയാണ്. തിരമാലകളെ പോലെ വന്നു പോയിക്കൊണ്ടിരിക്കും. മോളെ, അച്ചപ്പോൾ വരട്ടോ. എല്ലാ അമ്മമാരും ലില്ലി ടീച്ചറെ പോലെ ആയിരുന്നെങ്കിലോ? എന്നാ പോവാ. ഏഴ് ബി എവിടെയാ? 7B. ആരാ? കീർത്തി ചോറെടുക്കാതെ പോന്നു. ഞാൻ കൊടുത്തോളാം, എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. ശരി, താങ്ക്സ്. ചോറൊക്കെ മറക്കാൻ പാടുണ്ടോ? ആരാ കൊണ്ടുവന്നേ? അച്ഛൻ. തെളിയുന്നോ മാഞ്ഞുപോയ മാരിവില്ലുകൾ, പഴയ ചിത്രങ്ങൾ പുതിയ വർണ്ണങ്ങളിൽ, രാവിന്നിലകൾ കുഴിയേ, പകലിന്നിതളുകൾ വിരിയേ,
കടലിൻ ഇതളുകൾ വിരിയേ കുഞ്ഞേ നിൻ കളിയോടം തീരമണയുന്നുവോ അലയും നിൻ കളിയോടം തീരമണയുന്നുവോ തെളിയുന്നു മാഞ്ഞുപോയ മാറിവില്ലുകൾ പഴയ ചിത്രങ്ങൾ പുതിയ വർണ്ണങ്ങളിൽ കീർത്തിക്ക് എന്തപ്പ പറ്റിയത്? പനിയാണ് സാർ, ഡോക്ടറെ കാണാൻ പോയി. എൻ്റെ വീടിൻ്റെ അടുത്ത വീട്. ഉം, ഇതാണ് കീർത്തിയുടെ ആ. വീട്. ഉം. കീർത്തിക്ക് പനിയാണ്, 2 ദിവസം ലീവാക്കി. അറിഞ്ഞു. ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ, പറ്റിയില്ല. കുറവില്ലേ? ഭേദമുണ്ട്. ടീച്ചർ എങ്ങനെയാ വന്നേ? ഞാൻ അലൻ്റെ കൂടെയാ വന്നത്. കിടപ്പായോ കീർത്തി? അച്ഛാ, ലില്ലി ടീച്ചർ. നീക്കണ്ട. എന്തിനാ നീക്കണേ? എങ്ങനെയുണ്ടിപ്പോ? കുറവില്ലേ? ആ ഉം. ഉം. ആ, പനി മാറിയല്ലോ. നാളെ ഇപ്പോൾ സ്കൂളിൽ പോവാലോ. ടീച്ചറെ കാപ്പി എടുക്കട്ടെ? വേണ്ട, പിന്നെ ആവാം. പോട്ടെ. പോട്ടെ കേട്ടോ. അമ്മു, ടീച്ചർക്ക് ഒരു കുട എടുത്ത് കൊടുക്ക്, മഴ വരുന്നുണ്ട്. ആ മാഷ്, എന്താ ഈ വഴിക്ക്? ഞാൻ ഈ കീർത്തിയുടെ അടുത്ത് വന്നതാ. അവൾക്ക് പനിയാണെന്ന് പറഞ്ഞു. 2 ദിവസമായി വന്നിട്ട്. അതെ, ആ, ഞാൻ അറിയണ വീടാണ്. അമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ, അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല കാര്യം. ടീച്ചർമാർ കുട്ടികൾക്ക് അമ്മമാർ തന്നെയാണ്. അങ്ങനെ ആവണം. ശരി മാഷേ, ഞാൻ പോട്ടെ. പനിയുള്ള കുട്ടിയപ്പോൾ അത് കുറവുണ്ട്. മാഷ് വരൂ. ഇഷ്ടപ്പെട്ട ടീച്ചറല്ലേ വന്നല്ലേ, അപ്പോൾ കുറയും. ആരാ പറഞ്ഞേ? കീർത്തിയുടെ ലില്ലി ടീച്ചർ തന്നെ. സ്കൂളിൽ 2 ആളും അമ്മയും മകളും പോലെയാണേ. മാഷി ഇവിടെ മറന്നു വെച്ചതാ. ഇത് ഇവിടെയായിരുന്നു. എവിടൊക്കെ തിരഞ്ഞു, തിരയാത്ത സ്ഥലമില്ല. ചില സാധനങ്ങൾ എങ്ങനെയാണ്, നമ്മളെ മുന്നിൽ വന്നാലും നമ്മൾ കാണില്ല. നിരീക്കാത്ത നേരത്ത് ഇതേപോലെ വരും. എന്താ മാഷ ഈ പാലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണത്? 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുക, അതല്ലേ പാലത്തിൻ്റെ ധർമ്മം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, അല്ലേ കീർത്തി? അപ്പോൾ ഞാനങ്ങടെ ഇനി മറക്കണ്ട. പിന്നെ ഫാറൂഖ് മാഷ് ഒന്ന് കാണണം. ലൈബ്രറിക്ക് കുറച്ച് ബുക്ക് തരാമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വാങ്ങണം. പിന്നെ നാളെ ഞാൻ വിളിക്കാം. ലില്ലി ടീച്ചറുടെ അച്ഛനാണ്. വരൂ. ജാതി മതമൊന്നും പണ്ടേ ഇവിടെ പ്രശ്നമില്ല. മനുഷ്യത്വവും തമ്മിലുള്ള വിശ്വാസം അതന്നെ പ്രധാനം. അതറിയാം. പഠിക്കണ കാലത്ത് മാഷ് ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് വീക്കിലിയിൽ. മതത്തിലെ രാഷ്ട്രീയം, മതത്തിൻ്റെ രാഷ്ട്രീയം ആദ്യമൊക്കെ കുറേ എഴുതിയിരുന്നു. ആരെന്തെഴുതിയിട്ട് എന്താ കാര്യം? രാഷ്ട്രീയത്തിൽ മതഭ്രാന്ത് കൂടി വരില്ലേ? എഴുതി മടുത്തപ്പോൾ നിർത്തി. ഇപ്പതാ വായന ഉണ്ട്. അത് പോട്ടെ. അയാള് ജോലിയിലാണെന്നല്ലേ പറഞ്ഞേ? അതെ, PHC-യിൽ. ആൾക്കൊരു ദുസ്വഭാവമില്ല. സംസ്കാര സമിതിയിലും ലൈബ്രറിയിലും ഒക്കെ ഉള്ള ആളാണ്. സ്കൂളിൽ വന്നപ്പോൾ ടീച്ചറെ കണ്ടിട്ടുണ്ടാവും. അമ്മ പോയി, അച്ഛനും മോളും ഒറ്റക്കായില്ലേ? പണ്ട് ഞങ്ങൾ ഇത് കുറേ അനുഭവിച്ചാ. ലില്ലി ടീച്ചർ ഈ കുട്ടിക്ക് വലിയൊരു ആശ്വാസമാണ്. സ്കൂളിൽ ഒരു അടുപ്പം കണ്ടിട്ട് അമ്മയും മോളെന്ന് എല്ലാവരും പറയണം.
ഈ കാര്യം കൊണ്ട് 3 ജീവിതങ്ങളുടെ ഒറ്റപ്പെടലാ മാറാൻ പോണത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം അതാണ്. അയാളെ ഒന്ന് കണ്ടു സംസാരിക്കാൻ ഒന്ന് വന്നാ നന്നായിരുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ തീരുമാനം അറിഞ്ഞാലല്ലേ വരും. തീരുമാനം മോളാ പറയേണ്ടത്. തീർച്ചയായിട്ടും. 1.5 കൊല്ലായിട്ട് അവര് തമ്മിൽ അകൽച്ചേല. വ്യക്തി സ്വാതന്ത്ര്യവും ഇല്ല, പുറമേ സംശയവും. ഇപ്പൊ കേസ് വിധിയായി. കേട്ടു. കേസിന്റെ കാര്യത്തിൽ ലീവായിരുന്നല്ലോ. അവൾ ഒറ്റയ്ക്കാവരുതെന്നുള്ള വിചാരം എനിക്കുണ്ടത് കൂട്ടിക്കോളൂ. എന്നാ മാഷെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. മണി 4 ആവാനായി. ടീച്ചറിപ്പോൾ എത്തും. ഉച്ചയ്ക്ക് ഇറങ്ങിയതാണേ. ആ മിനി ചേച്ചി പാത്രം. ആ മോളെ, ഇനിയിപ്പോൾ അമ്മ വന്നൂലോ അല്ലേ? ഇനിയിപ്പോൾ കൂട്ടാനൊന്നും വേണ്ടല്ലോ അല്ലേ? എന്നാ ശരി, അങ്ങനെ ആവട്ടെ.